ഓക്കെ. സോ ഫ്രീക്വൻസി ഡൊമൈൻ സ്പെസിഫിക്കേഷൻ ആണ് ഇത് ടോപ്പിക് എന്ന് പറയുന്നത്. സോ ഫ്രീക്വൻസി ഡൊമൈൻ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കൺട്രോൾ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ സിസ്റ്റം, സെക്കൻഡ് ഓർഡർ സിസ്റ്റം എന്ന് പറയുന്ന കുറേ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. സോ ഒരു സെക്കൻഡ് ഓർഡർ സിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്ത് അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒമേഗ എൻ സ്ക്വയർ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ ആണ്. ഓക്കെ. സോ ഈ സിസ്റ്റത്തിലേക്ക് നമ്മളൊരു സ്റ്റെപ്പ് ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഒരു സേ ആർ ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു യു ഓഫ് ടി എന്ന സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് സിഗ്നൽ സി ഓഫ് ടി. ഈ സി ഓഫ് ടിയുടെ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. സി ഓഫ് ടി എന്ന് പറയുന്നത് 1 മൈനസ് ഇ റേസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ എൻ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ടി പ്ലസ് 5. ഓക്കെ, 5 ഈക്വൽ ടു ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ബൈ സീറ്റ. ഇതൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ഇക്വേഷനിലെ ടിക്ക് ഓരോ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഇൻസ്റ്റന്റിലും എത്രയാണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ സി ഓഫ് ടിയുടെ ഇക്വേഷൻ വാല്യൂ എത്ര നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ടി ഈക്വൽ ടു 0.1 സെക്കൻഡ്, 0.2 സെക്കൻഡ്, 0.3 സെക്കൻഡ്. ഓരോ ഇൻസ്റ്റന്റിലും നമുക്ക് ഔട്ട്പുട്ട് വാല്യൂസ് കണ്ടുപിടിച്ച് അതിനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. സോ അതിനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത് ഈ രീതിയിൽ വേരി ചെയ്യുന്ന ഒരു സിഗ്നൽ ആയിരിക്കും. ഓക്കെ, സോ ഇത് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. സോ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ മാക്സിമം ഓവർ ഷൂട്ട് നമ്മൾ എം പി കണ്ടുപിടിച്ചിട്ടുണ്ട്, പീക്ക് ടൈം ടി പി കണ്ടുപിടിച്ചിട്ടുണ്ട്, റൈസ് ടൈം ടി ആർ കണ്ടുപിടിച്ചിട്ടുണ്ട്, സെറ്റിലിംഗ് ടൈം ടി എസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഈ ടേംസ് എല്ലാം അതിനെ ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻസ് എന്നാണ് പറയാൻ. ഓക്കെ, സോ ഈ സെയിം കൺട്രോൾ സിസ്റ്റത്തിലേക്ക് ഒരു ഫ്രീക്വൻസി, ഡിഫറെൻറ്റ് ഫ്രീക്വൻസി നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഫ്രീക്വൻസിയിലും ഈ സിഗ്നൽസ്, ഈ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും എന്നുള്ളതിൻ്റെ സ്റ്റഡിയാണ് നമ്മൾ ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് ഓഫ് എ സിസ്റ്റം ഫോർ an input sinusoidal signal is known as the frequency response of the system. സോ ഈ സെയിം കൺട്രോൾ സിസ്റ്റത്തിലേക്ക് ഒരു സെക്കൻഡ് സിസ്റ്റം എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ഒരു ടൈം വേരിയിങ് സിഗ്നൽ, ഫ്രീക്വൻസി വേരിയിങ് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഒരു സൈൻ ഫംഗ്ഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ ഇതിന് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്? ഈ ഓരോ ഒമേഗ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഈ സിസ്റ്റം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു സ്റ്റഡിയാണ് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇഫ് എ സിനുസോയ്ഡൽ സിഗ്നൽ ഈസ് അപ്ലൈഡ്, ഒരു സൈൻ വേവ് നമ്മൾ സിഗ്നൽ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദെൻ ഇറ്റ് പ്രൊഡ്യൂസ് ദ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് വിച്ച് വിൽ ഓൾസോ ബി എ സിനുസോയ്ഡൽ സിഗ്നൽ. സോ ഇൻപുട്ട് സൈൻ വേവ് ആണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടും സൈൻ വേവ് തന്നെയായിരിക്കും. ഈ ഷേപ്പ് രണ്ടിൻ്റെയും ഒന്ന് തന്നെയായിരിക്കും. സോ വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ ഡിഫറൻസ്? ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിനുസോയ്ഡൽ സിഗ്നൽസ് ഹാവ് ദ സെയിം ഫ്രീക്വൻസി. രണ്ടിൻ്റെയും ഫ്രീക്വൻസി സെയിം ആയിരിക്കും, ബട്ട് ഡിഫറെൻറ്റ് ഇൻ ആംപ്ലിറ്റ്യൂഡ്സ് ആൻഡ് ഫേസ് ആംഗിൾസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിൽ ആംപ്ലിറ്റ്യൂഡിൽ ഡിഫറൻസ് ഉണ്ടാകാം, ഇതിന്റെ ഫേസ് ആംഗിൾസിലും ഡിഫറൻസ് ഉണ്ടാകാം. ഈ ഒരു ഡിഫറൻസ് മാത്രമേ നമുക്ക് അവിടെ പറയാൻ പറ്റൂ. ഓക്കെ, സോ ഇതിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ സിനുസോയ്ഡൽ റെസ്പോൺസ് എന്താണെന്നുള്ള ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. എന്താണ് സിനുസോയ്ഡൽ റെസ്പോൺസ് എന്ന് പറയുന്നത്? സോ സിനുസോയ്ഡൽ റെസ്പോൺസ് ഓഫ് എ സിസ്റ്റം റെഫേഴ്സ് ടു ഇറ്റ്സ് റെസ്പോൺസ് ടു എ സിനുസോയ്ഡൽ ഇൻപുട്ട്. ഓക്കെ, നമ്മൾ ആൾറെഡി പറഞ്ഞതുപോലെ ഒരു സൈൻ വേവ് ഇൻപുട്ട് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസ് എന്താണ് എന്നതാണ് അതിന്റെ സിനുസോയ്ഡൽ റെസ്പോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ യു ഓഫ് ടി എന്ന് പറയുന്നത് സൈൻ ഫംഗ്ഷൻ നമുക്ക് കോസ് ഒമേഗ നോട്ട് ടി എന്ന് പറയാം, അല്ലെങ്കിൽ യു ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ. സോ കൊസൈൻ ഇൻപുട്ട് ആകാം, സൈൻ ഇൻപുട്ട് ആകാം. ഓക്കെ, ദെൻ ടു ക്യാരക്ടറൈസ് ദ സിനുസോയ്ഡൽ റെസ്പോൺസ് വി മേ അസ്യൂം എ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഇൻപുട്ട് ഓഫ് ദ ഫോം യു ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ജെ ഒമേഗ ടി. സോ ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്കറിയാം സൈൻ കോസ് ഒമേഗ ടി പ്ലസ് ജെ സൈൻ ഒമേഗ ടി ആണ് നമ്മൾ ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ കൊസൈൻ ഫംഗ്ഷൻ ആൻഡ് എ സൈൻ ഫംഗ്ഷൻ. സോ സൈനും കോസ് എടുത്ത് കൊടുക്കുന്നതിന് പകരം നമ്മൾ എക്സ്പോണൻഷ്യൽ ഇൻപുട്ട് ആയിരിക്കും നമ്മളിവിടെ കൊടുക്കുന്നത്. സോ യു ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് നമ്മൾ ഒരു കൺട്രോൾ സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ഈ ഓരോ ഒമേഗ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡും അതിൻ്റെ ആംഗിളും നമ്മൾ മെഷർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ യു ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടി ആണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ എസ് ഡൊമൈനിലേക്ക് അല്ലെങ്കിൽ ലാപ്ലാസ് ഡൊമൈനിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ യു എഫ് എസ് ഇസ് ഈക്വൽ ടു 1/1 മൈനസ് 1/s മൈനസ് ജെ ഒമേഗ നോട്ട് ഇ റേസ് ടു എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/s മൈനസ് എ ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് ജെ ഒമേഗ നോട്ട് ആണ്. സോ യു എഫ് എസ് ഇസ് ഈക്വൽ ടു 1/s മൈനസ് ജെ ഒമേഗ നോട്ട് ആണ് അതിന്റെ ലാപ്ലാസ് ഡൊമൈനിൽ വരിക.
Okay, so ഒരു control system നമ്മൾ എടുത്ത general overview ആണ്. The system output is given by y of s divided by u of s is equal to g of s. ഇതാണ് നമ്മളുടെ control systemന്റെ transfer function basic definition എന്ന് പറയുന്നത്. So cross multiply ചെയ്യുമ്പോൾ output response y of s is equal to u of s into g of s. u of s എന്ന് പറയുന്ന previous സ്റ്റേജിൽ പറഞ്ഞതുപോലെ exponential input ആണെങ്കിൽ 1 by s minus j omega ആയിരിക്കും. So y of s is equal to 1 by s minus j omega into g of s or g of s divided by s minus j omega എന്ന് നമുക്ക് ഔട്ട്പുട്ട് റെസ്പോൺസിന് എഴുതാൻ പറ്റും. ഓക്കെ, നൗ ഈ ഫ്രീക്വൻസി റെസ്പോൺസ് ഫംഗ്ഷൻ ഫോർ എ ഗിവൺ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജി എഫ് എസ് ഈസ് ഡിഫൈൻഡ് ആസ്, നമ്മൾക്കറിയാം എസ് ഡൊമൈനിലെ എസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ ഒമേഗയാണ്. സോ ഈ സിഗ്മ എന്ന് പറയുന്ന റിയൽ പാർട്ടാണ്, ജെ ഒമേഗ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്. സോ ഈ എസ് സിഗ്മ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എസ് ഇസ് ഈക്വൽ ടു ജെ ഒമേഗ എന്ന് എഴുതാം. സോ നമ്മൾ ഇതുവരെ പഠിച്ച ട്രാൻസ്ഫർ ഫംഗ്ഷനിലെ എസ് ടേംസിനെല്ലാം നമ്മൾ ജെ ഒമേഗ ടേം കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കിട്ടുന്ന ഫംഗ്ഷനാണ് നമ്മൾ സൈനുസോയിഡൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. ജി ഓഫ് ജെ ഒമേഗ ഇസ് ഈക്വൽ ടു ജി ഓഫ് എസ് വേർ എസ് ഇസ് ഈക്വൽ ടു ജെ ഒമേഗ. സോ റീപ്ലേസ് എവരി എസ് വിത്ത് ജെ ഒമേഗ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫംഗ്ഷനാണ് ജി ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജി ഓഫ് എസ് എന്ന് പറയുന്നത് എസ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ആണെങ്കിൽ അതിന് ജി ഓഫ് ജെ ഒമേഗ നമുക്ക് റെപ്രസെന്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ജെ ഒമേഗ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ജെ ഒമേഗ എന്ന് നമുക്ക് അതിനെ എഴുതാൻ പറ്റും. സോ ജി ഓഫ് എസിനെ നമ്മൾ ജി ഓഫ് ജെ ഒമേഗയിൽ റെപ്രസെന്റ് ചെയ്യും. സോ ജെ ഒമേഗ ഡിവൈഡ് ബൈ 2 പ്ലസ് ജെ ഒമേഗ. ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. ഈ കോംപ്ലക്സ് നമ്പറിന് ഒരു റിയൽ പാർട്ട് ഉണ്ടായിരിക്കും, ഒരു ഇമാജിനറി പാർട്ട് ഉണ്ടായിരിക്കും. ആ ഇമാജിനറി പാർട്ടിന്റെ റിയൽ പാർട്ടിന് നമ്മൾ എയും ഇമാജിനറി പാർട്ട് ബിയും ആണെങ്കിൽ അതിന് രണ്ട് വാല്യൂസ് ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്ന റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. അതിന്റെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് ബി ബൈ എ ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളെ കോംപ്ലക്സ് നമ്പറിന്റെ കോൺസെപ്റ്റിൽ നിന്ന് വരുന്നതാണ്. സോ ഈ ജി ഓഫ് എസിനെ നമ്മൾ ജി ഓഫ് ജിയോമേഗയിലേക്ക് മാറ്റുമ്പോൾ അതൊരു കോംപ്ലക്സ് നമ്പർ ആയിട്ട് മാറും. കോംപ്ലക്സ് നമ്പറിന് ഒരു അബ്സല്യൂട്ട് വാല്യൂ ഉണ്ടായിരിക്കും, ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഫേസ് ആംഗിൾ ഉണ്ടായിരിക്കും, പിന്നെ ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ആൻഡ് അബ്സല്യൂട്ട് വാല്യൂ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, സോ ഇത്രയും ഫണ്ടമെന്റൽ ആയിട്ട് അറിഞ്ഞിരിക്കുന്നതാണ്. ദെൻ the frequency response function is described in magnitude phase form. So നമ്മുടെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, ഒരു ഫേസ് ആംഗിൾ ഉണ്ടായിരിക്കും. റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ജി ഓഫ് ജെ ഒമേഗ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഫേസ് ആംഗിൾ, ആംഗിൾ ഇ റൈസ് ടു ആംഗിൾ ജി ഓഫ് ജെ ഒമേഗ. സോ ജി ഓഫ് ജെ ഒമേഗ, ആംഗിൾ ജി ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് ബി ബൈ എ ആയിരിക്കും. ആൻഡ് മോഡുലസ് ജി ഓഫ് ഒരു മാഗ്നിറ്റ്യൂഡ് ഒരു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ജി ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും, where a is the real part of this g of j omega and omega or b is the imaginary part of g of j omega. So രണ്ട് വാല്യൂസ് നമുക്ക് g of j omega നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. Okay, so when computed at a particular frequency omega, നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസി ഒമേഗ നോട്ട് ആണെങ്കിൽ the frequency response function g of j omega is a complex number. Then the steady state response to a complex sinusoidal u of t is equal to നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് ഇ റൈസ് ടു ജെ ഒമേഗ നോട്ട് ടി ഈസ് ഗിവൺ ആസ് നമ്മളുടെ ഔട്ട്പുട്ട് റെസ്പോൺസ് വൈ എസ് എസ് ഓഫ് ടി എന്ന് പറയുന്നത് ജി ഓഫ് ജെ ഒമേഗ നോട്ട് ഇപ്പൊ കണ്ടുപിടിച്ച ഈ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇ റൈസ് ടു ആംഗിൾ ജി ഓഫ് ജെ ഒമേഗ ഇൻറ്റു ഇ റൈസ് ടു ജെ ഒമേഗ നോട്ട്. ഇത് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ നിന്ന് വരുന്ന റെസ്പോൺസിന് കറസ്പോണ്ടിങ് ആയ ഫേസ് ആംഗിൾ ഷിഫ്റ്റ്, ഇത് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയ ഫേസ് ആംഗിൾ റെസ്പോൺസ്. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഏത് ഫ്രീക്വൻസി ആണോ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നത്, ഏത് ഫ്രീക്വൻസി ആണോ അതേ ഫ്രീക്വൻസിയിലുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾക്ക് അതിന്റെ ട്രാൻസ്ഫർ കൺട്രോൾ സിസ്റ്റത്തിൽ നിന്ന് ഔട്ട്പുട്ട് ആയിട്ട് വരിക. വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ് ദ ചേഞ്ച് ഈസ് ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ചേഞ്ച് ഇൻ ഫേസ് ആംഗിൾ. ഓക്കെ, സോ ഇ റൈസ് ടു ജെ ഒമേഗ നോട്ട് ആദ്യം പറഞ്ഞതുപോലെ കോസ് ഒമേഗ നോട്ട് പ്ലസ് ജെ സൈൻ ഒമേഗ നോട്ട് ആണ്. സോ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് യു ഓഫ് ടി ഈസ് ഈക്വൽ ടു കോസ് ഒമേഗ നോട്ട്. ഒരു ഇൻപുട്ട് നമ്മൾ കോസ് ഒമേഗ നോട്ട് ആണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഫ്രീക്വൻസി റെസ്പോൺസിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു സെയിം കോസ് ഫംഗ്ഷൻ ഇൻറ്റു ഓഫ് സെയിം ഫ്രീക്വൻസി വിത്ത് സം ഫേസ് ഷിഫ്റ്റ്. So amplitude will be changed
and the function will be, if your input is cosine, output also will be cosine with the same frequency omega naught and with a phase shift. So അതാണ് അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് യു ഓഫ് ടി ഈസ് ഈക്വൽ ടു ഒരു ആംപ്ലിറ്റ്യൂഡ് വണ്ണിന് പകരം വേറൊരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, കോസിന് പകരം സൈൻ വേവ് ആണ്. സോ യു ഓഫ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ നോട്ട് ടി ആണെങ്കിൽ ഔട്ട്പുട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത് വാട്ട് എവർ ദ ആംപ്ലിറ്റ്യൂഡ് യു ആർ ഗിവിംഗ് എ ഇൻറ്റു and amplitude or a magnitude of your sinusoidal function into same function with the same frequency with some phase shift. That phase shift എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ കൺട്രോൾ സിസ്റ്റത്തിന് എത്ര ഫേസ് ആംഗിൾ ആണോ ഉണ്ടാകുക അതേ ഫേസ് ആംഗിൾ ആയിരിക്കും ഈ ഔട്ട്പുട്ട് റെസ്പോൺസിലേക്ക് ആഡ് ചെയ്ത് വരിക. So thus the steady state response to a sinusoid of a certain frequency is a sinusoid at the same frequency scaled by the magnitude of the frequency response function. Okay, so അതിനാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഔട്ട്പുട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത് ഇൻപുട്ട് കൊടുക്കുന്ന അതേ ഫംഗ്ഷൻ തന്നെയായിരിക്കും, സെയിം ഫ്രീക്വൻസി തന്നെയായിരിക്കും. ആംപ്ലിറ്റ്യൂഡ് വിൽ ബി സ്കെയിൽഡ് ബൈ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ response function at that frequency and the phase angle. Okay, so the amplitude of the output sinusoidal signal is obtained by multiplying the amplitude of the input sinusoidal signal and the magnitude of g of j omega at omega naught. So നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസിയിൽ നമ്മൾ g of j omega നോട്ടിന്റെ അബ്സല്യൂട്ട് വാല്യൂവിനും ഇൻപുട്ട് സിനുസോയ്ഡൽ സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഔട്ട്പുട്ട് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ്. The phase of the output sinusoidal signal is obtained by adding the phase of the input signal. Apply ചെയ്യുന്ന ഇൻപുട്ട് സിഗ്നലിന്റെ ഫേസ് ഫൈവണം ആ ഫേസ് ആംഗിൾ ഒമേഗ ഇസിക്കൽ ഒമേഗ നോട്ടിലെ കൺട്രോൾ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഫേസ് ആംഗിൾ ജി ഓഫ് ജി ഒമേഗ ആണെങ്കിൽ ആ രണ്ട് ഫേസ് ആംഗിളിന്റെയും സം ആയിരിക്കും ഔട്ട്പുട്ടിൽ വരുന്ന സിഗ്നലിന്റെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത്. Okay, so closed loop transfer function is given by m of s is equal to y of s divided by closed loop എന്ന് നമ്മൾ പറഞ്ഞ ഓപ്പൺ ലൂപ്പ് ആണ്. ക്ലോസ്ഡ് ലൂപ്പിലേക്ക് വരുമ്പോൾ y of s divided by r of s is equal to g of s divided by 1 plus gshs ആണ്. g of s നമുക്ക് അറിയാവുന്നതാണ്. സോ അണ്ടർ സൈനുസോയിഡൽ കണ്ടീഷൻ സൈനുസോയിഡിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? m of s ന് പകരം replace s with j omega. So m of j omega is equal to y of j omega divided by r of j omega. Then g of j omega s ന് replace j omega ആക്കി 1 plus g of j omega h of j omega. So ഇതാണ് നമ്മളുടെ സൈനുസോയിഡൽ ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ റീപ്ലേസ് എവരി എസ് വിത്ത് j omega. സോ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഒമേഗ ഈ സിഗ്നൽ ഈ ഫംഗ്ഷന്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഫംഗ്ഷന്റെ മാഗ്നിറ്റ്യൂഡ് അതായിരിക്കും അപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസിയിൽ നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഫേസ് ആംഗിൾ എം ഓഫ് ജി ഒമേഗ ഈസ് ഗിവൺ ബൈ ദെൻ ന്യൂമറേറ്റർ ഫംഗ്ഷന്റെ ഫേസ് ആംഗിൾ മൈനസ് ആവാൻ കാരണം ഡിനോമിനേറ്റർ ആയതുകൊണ്ടാണ്. ദെൻ ഫേസ് ആംഗിൾ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡിനോമിനേറ്റർ ഫംഗ്ഷൻ. സോ രണ്ട് ഫേസ് ആംഗിളിന്റെ ഡിഫറൻസ് ആയിരിക്കും ആംപ്ലിറ്റ്യൂഡ് ഫേസ് ആംഗിൾ ഓഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ചെറിയൊരു കൺസെപ്റ്റ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. എ സ്മോൾ ഡി സി മോട്ടോർ ഈസ് അപ്രോക്സിമേറ്റഡ് ബൈ, സോ ഒരു സിസ്റ്റം ഉണ്ട്, അതിന്റെ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 500 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 10 ഇൻറ്റു എസ് പ്ലസ് 100. Let the input sin u of t is equal to sin 10t. Find the steady state sinusoidal response. So നമുക്കറിയാം ഇവിടെ ഒമേഗ സൈൻ ഒമേഗ ടി ആണ് നമ്മളുടെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത്. സോ ദി യു ഓഫ് ടി ഇസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി. കമ്പയർ ചെയ്യുമ്പോൾ ഒമേഗ എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജി ഓഫ് എസ് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജി ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു റീപ്ലേസ് എവരി എസ് വിത്ത് ജെ ഒമേഗ 500 ഡിവൈഡഡ് ബൈ then 10 plus j omega into 100 plus j omega. Okay, so replace omega with 10. So g of j10 is equal to 500 divided by 10 plus 10j into 100 plus 10j. ഇതാണ് നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ 10 എന്ന് പറയുന്ന ഫ്രീക്വൻസിയിലെ റെസ്പോൺസ് എന്ന് പറയുന്നത്. സോ എന്തായിരിക്കും ഔട്ട്പുട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത്? y of t is equal to ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഇൻപുട്ട് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഒമേഗ ഇൻറ്റു
ദെൻ ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന സൈൻ ആണ്, സോ ഔട്ട്പുട്ടും സൈൻ ആയിരിക്കും. ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന ഫ്രീക്വൻസി 10 ആണ്, സോ ഔട്ട്പുട്ടിന്റെ ഫ്രീക്വൻസിയും 10 തന്നെ ആയിരിക്കും. പ്ലസ് എ ഫേസ് ആംഗിൾ, ഫേസ് ആംഗിൾ നമ്മൾ ആംഗിൾ ജി ഓഫ് ജെ ഒമേഗ എന്ന് എഴുതാൻ പറ്റും. സോ ഔട്ട്പുട്ട് റെസ്പോൺസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y of t is equal to a into what is amplitude a here? A is 1. So we can write it as modulus of g omega at omega is equal to 10 sine 10t plus angle g of j 10. നമുക്ക് എഴുതാൻ പറ്റും. സോ നോ വി നീഡ് ടു ടേക്ക് അവർ കാൽക്കുലേറ്റർ എടുത്തിട്ട് ഈ ഈ കോംപ്ലക്സ് നമ്പറിന്റെ ഫേസ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂയും അതിന്റെ ആംഗിളും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ യു നീഡ് ടു ടേക്ക് യുവർ കാൽക്കുലേറ്റർ, then put mod to the complex number, then find out this ratio. Okay, so just put 500 divided by bracket 10 plus 10i into 100 plus 100i. Okay, so i എന്ന് പറഞ്ഞ സിമ്പിൾ കാൽക്കുലേറ്റർ ഉണ്ടായിരിക്കും, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നിങ്ങൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. വാല്യൂ എന്താണ്? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അബ്സല്യൂട്ട് ABS എന്ന് പറയുന്നത്, ഷിഫ്റ്റ് അടിച്ചിട്ട് ABS അടിക്കുക, അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ വരും. ദെൻ ഷിഫ്റ്റ് അടിച്ചിട്ട് ഈക്വൽ അടിക്കുമ്പോൾ അതിൻ്റെ ഇമാജിനറി പാർട്ടും വരും, സോ അല്ലെങ്കിൽ അതിൻ്റെ ഫേസ് ആംഗിൾ വരും. ദെൻ ആ അബ്സല്യൂട്ട് വാല്യൂയും അതിൻ്റെ ഫേസ് ആംഗിളും കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഒരു കാൽക്കുലേറ്റർ എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുന്നത്, 1 മിനിറ്റ്, ഒരു കാൽക്കുലേറ്റർ എടുത്ത് എക്സാമ്പിൾ ആക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, സോ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 500 divided by bracket, then കിട്ടുന്ന എക്സ്പ്രഷൻ 10 plus 10i into bracket 100 plus 10i. ബ്രാക്കറ്റ് ക്ലോക്ക് ഓൺ ചെയ്തു അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് okay, something went wrong. 500 divided by bracket 10 plus 10i into bracket 100 plus 10i. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ വാല്യൂ എന്ന് പറയുന്നത്. Yeah, so what was our equation? 10 plus 10i into 100 plus 10i, 500 divided by. So അവിടെ വാല്യൂ എന്ന് പറയുന്നത് ഈ കാൽക്കുലേറ്റർ സംതിങ് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് വാല്യൂ കിട്ടും. സോ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്കവിടെ കിട്ടുന്നത് 0.35 ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0.35 ആയിരിക്കും. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് -50.7 ആയിരിക്കും. സോ കാൽക്കുലേറ്റർ സയന്റിഫിക് കാൽക്കുലേറ്റർ എടുത്തിട്ട് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് വരേണ്ടതാണ്. ഓൺലൈൻ ചെക്ക് ചെയ്തുകൊണ്ട് വേറെ ഏതോ വാല്യൂ കാണിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ കാൽക്കുലേറ്റർ കറക്റ്റ് അടിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫേസ് വാല്യൂ, ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് 0.35 എന്നും ആംഗിൾ എന്ന് പറയുന്നത് -50.7 എന്നും കിട്ടും. സോ YSS of t is equal to ആംപ്ലിറ്റ്യൂഡ് റെസ്പോൺസിൽ നമ്മളുടെ ഫേസ് അബ്സല്യൂട്ട് വാല്യൂ കിട്ടിയ വാല്യൂ ഇൻറ്റു സൈൻ വട്ടവർ ഇൻപുട്ട് എന്ന് പറയുന്നത് 10 ആണ്. സോ അതേ 10 ഇൻറ്റു ടി, ദെൻ ആംപ്ലിറ്റ്യൂഡ് ഫേസ് ആംഗിൾ -50.7 ആണ്, നമുക്ക് -50.7 എന്ന് കിട്ടും. ഓക്കെ, സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതാൻ പറ്റും. ഔട്ട്പുട്ടിനെ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ഇൻപുട്ട് സൈൻ വേവ് എന്ന് പറയുന്നത്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 to -1 ആണ്. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നതും സൈൻ റെസ്പോൺസ് തന്നെയാണ്. ആംപ്ലിറ്റ്യൂഡ് അല്പം കുറഞ്ഞിട്ടുണ്ട് ബൈ എ മാഗ്നിറ്റ്യൂഡ് ഓഫ് 0.35. ആൻഡ് ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. ആ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് -50.7 ആണ്. സോ അത് പ്ലോട്ട് ചെയ്ത് നമുക്ക് റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന സിഗ്നൽ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്.
Then വേറൊരു ഫംഗ്ഷൻ എടുത്ത് the model of a mass spring damper system is given by g of s is equal to 1 by s square plus 2s plus 5. Find the poles of the system and let u of t is equal to sin pi t. Then find the steady state response of the system. Okay, so poles of the system കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് സോ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1/s² + 2s + 5 ആണ്. സോ ഈ ഡിനോമിനേറ്റർ പോളിനോമിയലിന്റെ റൂട്ട്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ പോൾസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ a² + 2s + 5 is equal to 0. Then minus b plus or minus root of b² minus 4ac whole divided by 2a, b equal to 2. Then a is equal to 1, c is equal to 5. Substitute ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റൂട്ട്സ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഫ്രീക്വൻസി റെസ്പോൺസ് സമയം പോകുന്നുണ്ട് അതോട് ചെയ്യുന്നില്ല. സോ യു ട്രൈ യുവർ സെൽഫ് ആൻഡ് ഫൈൻഡ് ദ പോൾസ് ഓഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് എന്ന് പറയുന്ന സൈൻ പൈ ടി ആണ്. സോ അഗെയിൻ സൈൻ വേവ് ആണ് വിത്ത് ആംപ്ലിറ്റ്യൂഡ് 1. ആംപ്ലിറ്റ്യൂഡിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ ഇസ് ഈക്വൽ ടു പൈ ആണ്. ഓക്കെ, സോ ഈ റെസ്പോൺസ് എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഔട്ട്പുട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത് y ഓഫ് ടി ഇസ് ഈക്വൽ ടു ആദ്യം ചെയ്തതുപോലെ സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് ജി ഓഫ് ജെ ഒമേഗ കണ്ടുപിടിക്കുക. ജി ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്നത് 1/s is equal to j omega ആണ്. So j omega square. So 1/j omega square plus 2 into j omega plus 5 is equal to 1/j omega എന്ന് പറയുന്നത് സ്ക്വയർ ചെയ്യുമ്പോൾ j square is -1 ആവും, ഒമേഗ സ്ക്വയർ ആകും. ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പൈ സ്ക്വയർ ആണ്. സോ 5 മൈനസ് പൈ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും പ്ലസ് 2 ഇൻറ്റു പൈ ജെ 2πj. സോ ഇതാണ് ജി ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്നത്. കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇതിന്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കുക, ദെൻ അതിന്റെ ഫേസ് ആംഗിളും കണ്ടുപിടിക്കുക. ദെൻ y ഓഫ് ടി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഇൻറ്റു സൈൻ അഗെയിൻ സെയിം ഫ്രീക്വൻസി ബ്രാക്കറ്റ് പൈ ടി പ്ലസ് അവർ ഫേസ് ആംഗിൾ. ഇതായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത്. സോ റെസ്പോൺസ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അബ്സല്യൂട്ട് വാല്യൂ 0.1257 ആയിരിക്കും ആൻഡ് ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് -127.77 ആയിരിക്കും. സോ ഇതാണ് നമ്മളുടെ ഔട്ട്പുട്ട് റെസ്പോൺസ് ഫോർ ദിസ് ഇൻപുട്ട് ടു ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ g of s equal to 1/s² plus 2s plus 5 എന്ന് പറയുന്നത്. അതാണ് ഫ്രീക്വൻസി റെസ്പോൺസിൽ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ദെൻ ഫ്രീക്വൻസി ഡൊമൈൻ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? ഫ്രീക്വൻസി നമ്മൾ ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻ പഠിച്ചപ്പോൾ അതിനകത്ത് റെസൊണൻസ് പീക്ക്, പീക്ക് ടൈം, റൈസ് ടൈം, സെറ്റിലിംഗ് ടൈം എന്ന് പറഞ്ഞ കുറേ ടേംസ് ഒക്കെ പഠിച്ചിരുന്നു. അതേപോലെ ഫ്രീക്വൻസി ഡൊമൈൻ സ്പെസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ അവിടെയും കുറച്ച് ടേംസ് ഉണ്ട്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസൊണൻസ് ഫ്രീക്വൻസി റെസ്പോൺസ് ടേംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് റെസൊണൻസ് പീക്ക് ആണ്. ദെൻ റെസൊണൻസ് ഫ്രീക്വൻസി ഒമേഗ ആർ, resonance frequency omega r, bandwidth BW, then gate margin, then phase margin. So important ആയിട്ട് ഈ 5 ടേം ആണ് നമ്മൾക്ക് ഫ്രീക്വൻസി സ്പെസിഫിക്കേഷൻസിൽ വരിക. ഈ ഓരോ ടേമും എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസും നമ്മൾ അതിൻ്റെ വാല്യൂസും നമുക്ക് ഡ്രൈവ് ചെയ്യണം. സോ ലെറ്റ്സ് ട്രൈ. റെസൊണൻസ് പീക്ക് EMR. എന്താണ് റെസൊണൻസ് പീക്ക് എന്ന് പറയുന്നത്? സോ നമ്മൾ ഒരു സെക്കൻഡറി സിസ്റ്റം എടുത്ത് അതിൻ്റെ ഫ്രീക്വൻസി ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷനിൽ കണ്ടുപിടിച്ചപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് റെസ്പോൺസ് ഈ രീതിയിലാണ് പോകുന്നത്. സോ അതിന് നമ്മൾ ഒരു ടേം പഠിച്ചിരുന്നു മാക്സിമം ഓവർഷൂട്ട് എന്ന് പറയാൻ. സോ മാക്സിമം ഓവർഷൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ടേം ആണ് ഇവിടെ റെസൊണന്റ് പീക്ക് എന്ന് പറയുന്നത്. സോ റെസൊണന്റ് പീക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് എം ഓഫ് ജെ ഒമേഗ. സോ നമ്മളുടെ കൺട്രോൾ സിസ്റ്റത്തിന്റെ സൈനുസോയിഡൽ റെസ്പോൺസ് ജി ഓഫ് ജെ ഒമേഗ കണ്ടുപിടിച്ചു. അതൊരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ഓരോ ഒമേഗ വാല്യൂവിനും നമ്മൾ കോംപ്ലക്സ് നമ്പറിന്റെ അബ്സല്യൂട്ട് വാല്യൂ പ്ലോട്ട് ചെയ്യുന്നു വിചാരിക്കുക. സോ ഇവിടെ ഒമേഗ ഈസ് ഈക്വൽ ടു 0.1, 10, 100, 1000 ഇങ്ങനെ ഒമേഗ വാല്യൂ നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. സോ ഓരോ വാല്യൂവിനും നമ്മളിങ്ങനെ ഒമേഗ കറസ്പോണ്ടിങ് ആയിട്ട് ആംപ്ലിറ്റ്യൂഡ് നമ്മളിങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം എത്തുന്നത് കാണാം. ഓക്കെ, സോ ഈ മാക്സിമം എത്തുന്ന ആംപ്ലിറ്റ്യൂഡിനെയാണ് നമ്മൾ റെസൊണന്റ് പീക്ക് എന്ന് പറയുന്നത്. ഏതൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ അത് മാക്സിമം ആകും. അതിന് നമ്മൾ മാക്സിമം വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് എം ഓഫ് ജി ഒമേഗ, ആ വാല്യൂവിനാണ് നമ്മൾ റെസൊണന്റ് പീക്ക് എന്ന് പറയുന്നത്. So normally a large value of MR corresponds to large value of maximum overshoot to the step response. So second order system step response നമ്മളുടെ മാക്സിമം പീക്ക് ഓവർഷൂട്ട് മാക്സിമം ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് വരുമ്പോൾ അതിന്റെ റെസൊണന്റ് പീക്കും നമുക്ക് മാക്സിമം ആയിരിക്കും എന്ന് പറയാൻ പറ്റും.
ഓക്കെ, സോ അത് കൊറിലേഷൻ പോയിന്റ് ആണ്. ദെൻ ഈ വാല്യൂ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ മാക്സിമം പീക്ക് അല്ലെങ്കിൽ റെസൊണൻസ് പീക്ക് എന്ന് പറയുന്നത് 1/2 സീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ എന്ന് കിട്ടും. സീറ്റ എന്ന് പറയുന്നത് ഡാമ്പിംഗ് റേഷ്യോ, ഡാമ്പിംഗ് ഫാക്ടർ ആണ്. സോ ഇതൊക്കെ നമ്മളവിടെ ഡിറൈവ് ചെയ്തിട്ടുള്ള ടേംസ് തന്നെയാണ്. സോ റെസൊണന്റ് പീക്ക് എന്ന് പറയുന്നത് എം ആർ ഇസ് ഈക്വൽ ടു 1/2 സീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ആണ്. ദെൻ അടുത്ത ടേംസ് നമുക്ക് അതിന്റെ റിവിഷൻ വരുന്നുണ്ട്. റെസൊണന്റ് ഫ്രീക്വൻസി ആണ്. റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെസൊണന്റ് പീക്ക് നമുക്ക് ഏത് ഫ്രീക്വൻസിയിലാണോ കിട്ടിയത് അതിനെ നമ്മൾ റെസൊണന്റ് ഫ്രീക്വൻസി ഒമേഗ ആർ എന്ന് പറയും. സോ റെസൊണന്റ് ഫ്രീക്വൻസി ഉണ്ട്. ദെൻ ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രീക്വൻസി റെസ്പോൺസ് ഹാസ് പീക്ക് വാല്യൂ ഫോർ ദ ഫസ്റ്റ് ടൈം. സോ നമ്മൾ പറഞ്ഞതുപോലെ ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ ഇങ്ങനെ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ചെയ്ത് പോവുകയാണ്. ഏത് ഫ്രീക്വൻസിയിലാണോ നമുക്ക് മാക്സിമം ഓവർഷൂട്ട് കിട്ടിയത്, റെസൊണന്റ് പീക്ക് കിട്ടിയത്, അതിന് കറസ്പോണ്ടിങ് ആയ ഫ്രീക്വൻസിയാണ് നമ്മൾ റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ റെസൊണന്റ് ഫ്രീക്വൻസിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒമേഗ ഇൻ റൂട്ട് ഓഫ് 1 മൈനസ് 2 സീറ്റ സ്ക്വയർ ആണ് ഫോർ എ സെക്കൻഡ് ഓർഡർ സിസ്റ്റം. ഓക്കെ, സോ റെസൊണന്റ് ഫ്രീക്വൻസി ദെൻ ബാൻഡ് വിഡ്ത്ത് വരുന്നുണ്ട്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് മോഡുലസ് ഓഫ് ജിം ഓഫ് ജെ ഒമേഗ ഡ്രോപ്സ് ടു 7.07 ഓഫ് ഇറ്റ്സ് സീറോ ഫ്രീക്വൻസി വാല്യൂ. സോ സീറോ ഫ്രീക്വൻസി വാല്യൂ ഒമേഗ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ കിട്ടുന്ന മാക്സിമം ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് 1 ആയിരിക്കും. സോ 1ൽ നിന്ന് നമ്മൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ അതിന്റെ റെസ്പോൺസ് ആംപ്ലിറ്റ്യൂഡും കുറഞ്ഞു വരും. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 0.707 ആണ്, അല്ലെങ്കിൽ 70.7% ആ റെസ്പോൺസിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. ഈ ഇത്രയും ഫ്രീക്വൻസി, ഇത്രയും റെസ്പോൺസ് കുറയാനെടുത്ത ഫ്രീക്വൻസിയാണ് നമ്മളെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ ബാൻഡ് വിഡ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടുത്തെ ടേംസ്, ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ കറണ്ടും വോൾട്ടേജ് ഒക്കെ 1/√2 ടൈംസ് ആയിരിക്കും. ഓക്കെ, സോ 1/√ന് കറസ്പോണ്ടിങ് ആയ ഫ്രീക്വൻസി ആണ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഹാഫ് ബാൻഡ് വിഡ്ത്ത്, ഹാഫ് ഡി ബി ഫ്രീക്വൻസി എന്നൊക്കെ പറയും. സോ -3 dB ഫ്രീക്വൻസി എന്നൊക്കെ പറയും. -3 dB. ഓക്കെ, നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ അതൊക്കെ പഠിക്കാൻ പോകുന്നതാണ്. സോ -3 dBക്ക് കറസ്പോണ്ടിങ് ആയ -3 dB ആംപ്ലിറ്റ്യൂഡ് ഡ്രോപ്പ് ചെയ്യാൻ എടുക്കുന്ന ഫ്രീക്വൻസിയാണ് നമ്മളെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ ടൈം ബീയിങ് ഈ ഡെഫിനിഷൻ ഇങ്ങനെ പഠിക്കാം. ദെൻ ഒമേഗ ബി എന്ന് പറയുന്ന ഇത് നമുക്ക് ഡെറൈവ് ചെയ്യേണ്ടതാണ്. ഒമേഗ ഇൻ റൂട്ട് ഓഫ് 1 മൈനസ് 2 സീറ്റ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 2 മൈനസ് 4 സീറ്റ സ്ക്വയർ പ്ലസ് 4 സീറ്റ റേസ് ടു 4. ഇതാണ് നമ്മളുടെ ഒമേഗ ബി എന്ന് പറയുന്ന വാല്യൂ. നെക്സ്റ്റ് ഗെയിൻ മാർജിൻ ആണ്. എന്താണ് ഗെയിൻ മാർജിൻ എന്ന് പറയുന്നത്? ഒരു ഇമ്പോർട്ടന്റ് ടേം ആണ്. ദ ഗെയിൻ മാർജിൻ kg is defined as the value of gain to be added to the system in order to bring the system to the verge of instability. സോ ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ആ കൺട്രോൾ സിസ്റ്റം ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നു. ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് റെസ്പോൺസും കിട്ടുന്നു. ഓക്കെ, സോ ഒന്ന് ടൈം ഡൊമൈൻ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് റെസ്പോൺസ്. നമ്മൾ പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ അത് അതിന്റെ മാക്സിമം വാല്യൂലേക്ക് സെറ്റിൽ ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, സോ ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ സിസ്റ്റത്തിന്റെ ഗെയിൻ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തുകൊണ്ട് അതിന്റെ ഗെയിൻ ഇൻക്രീസ് ചെയ്യാൻ പോവാണ്. സോ ഇൻക്രീസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഗെയിൻ എത്തുമ്പോൾ അത് അൺസ്റ്റെബിലിറ്റിയിലേക്ക് പോകും. ഇൻപുട്ട് ഇൻഫിനിറ്റിൽ, ഔട്ട്പുട്ട് ഇൻഫിനിറ്റിലേക്ക് ജമ്പ് ചെയ്യും. ഓക്കെ, സോ അവിടെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നേക്കാൾ ഒരു വെരി ലാർജ് വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്ന് പറയാം. സോ ആ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മൾ സിസ്റ്റം ഇൻസ്റ്റബിൾ ആയി എന്ന് പറയാം. സോ ഒരു കൺട്രോൾ സിസ്റ്റം സ്റ്റേബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നു, അതിന്റെ ഗെയിൻ നമ്മൾ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നു. ആ ഇൻക്രീസ് ചെയ്ത ഒരു പെർട്ടിക്കുലർ ഗെയിൻ എത്തുമ്പോൾ കൺട്രോൾ സിസ്റ്റം ഇൻസ്റ്റെബിലിറ്റിയിലേക്ക്, അതിന്റെ അൺസ്റ്റേബിൾ സിറ്റുവേഷനിലേക്ക് പോകുന്നു. സോ അതുവരെ നമ്മൾ എത്ര ഗെയിൻ നമ്മൾക്ക് അതിലേക്ക് അഡീഷണൽ കൊടുക്കാൻ പറ്റി, അതിനെയാണ് നമ്മൾ ഗെയിൻ മാർജിൻ എന്ന് പറയുന്നത്. സോ റൂട്ട് ലോക്കസും ബോഡി പ്ലോട്ടൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ അതിന്റെ പോയിന്റ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, then the gain margin kg is given by the reciprocal of the magnitude of open loop transfer function at a phase crossover frequency. So phase crossover frequency എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. നമ്മൾ ആംപ്ലിറ്റ്യൂഡ് റെസ്പോൺസ് വരച്ചതുപോലെ നമുക്ക് ഒമേഗ കറസ്പോണ്ടിങ് ആയിട്ട് ഫേസ് ആംഗിൾ വരയ്ക്കാൻ പറ്റും. ഒരു ഫേസ് ആംഗിളിൽ ഓരോ ഒമേഗ വാല്യൂ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ആംപ്ലിറ്റ്യൂഡും അതിന്റെ ഫേസ് ആംഗിളും മെഷർ ചെയ്യും. ആൻഡ് ഫേസ് ആംഗിൾ നമ്മളിങ്ങനെ പ്ലോട്ട് ചെയ്ത് വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫേസ് ആംഗിളിൽ അത് 180, പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഫേസ് ആംഗിൾ 180 ഡിഗ്രി ആകും. സോ ഈ
ഫ്രീക്വൻസി ഏത് ഫ്രീക്വൻസിയിലാണോ ആംഗിൾ 180 ആകുന്നത് അതിനെ ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറയും. ഒമേഗ പി സി എന്ന് പറയും. ഈ ഒമേഗ പി സിയിലെ ഈ സിസ്റ്റത്തിന്റെ ഗെയിൻ എന്താണോ, ഇവിടെയാണ് നമുക്ക് ഒമേഗ പി സി കിട്ടുക, അതിന്റെ ഗെയിൻ എന്താണോ ആ ഗെയിനിന്റെ റെസിപ്രോക്കലാണ് ഗെയിൻ മാർജിൻ. സോ നമുക്ക് എങ്ങനെയാണ് ഗെയിൻ മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്, സിസ്റ്റത്തിലേക്ക് അത്രയും ഗെയിൻ കൊടുക്കാതെ തന്നെ ഗെയിൻ മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി, ഫേസ് 180 ആകുന്നത് ഏത് ഫ്രീക്വൻസിയിലാണോ ആ ഫ്രീക്വൻസിയിലെ ആ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ അബ്സല്യൂട്ട് വാല്യൂവിന്റെ റെസിപ്രോക്കൽ ആണ് അതിന്റെ ഗെയിൻ മാർജിൻ. ഓക്കെ, സോ നമുക്കത് പ്രോബ്ലം ഒക്കെ ചെയ്യാനുള്ളതാണ്. ലെറ്റ്സ് ചെക്ക് ലേറ്റർ. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഹൗ മച്ച് അഡീഷണൽ ഗെയിൻ ക്യാൻ ബി പ്രൊവൈഡഡ് ടു ദ സിസ്റ്റം വിത്തൗട്ട് അഫക്റ്റിംഗ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം. ഒരു കൺട്രോൾ സിസ്റ്റത്തിലേക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് എത്ര ഗെയിൻ കൊടുക്കാം, ആ സിസ്റ്റം സ്റ്റേബിൾ ആക്കി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അൺസ്റ്റേബിൾ കണ്ടീഷനിലേക്ക് പോകുന്നത് വരെ അഡീഷണലി എത്ര ഗെയിൻ കൊടുക്കാം എന്നതിന്റെ ഒരു മെഷർമെന്റ് ആണ് അതിന്റെ ഗെയിൻ മാർജിൻ എന്ന് പറയുന്നത്. സോ ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് ദ ഫേസ് ഓഫ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് 180 ഈസ് കോൾഡ്, നമ്മളിവിടെ പറഞ്ഞു ഫേസ് 180 ആകുന്ന ഫ്രീക്വൻസിയാണ് നമ്മൾ ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഗെയിൻ മാർജിൻ കെ ജി ഈസ് ഈക്വൽ ടു 1 by മോഡുലസ് ഓഫ് ജി ഓഫ് ജി ഒമേഗ പി സി. ഒമേഗ പി സി ആകുമ്പോൾ ഉള്ള ആ ആംപ്ലിറ്റ്യൂഡിന്റെ റെസിപ്രോക്കലാണ് ഗെയിൻ മാർജിൻ. ഫേസ് മാർജിൻ ആ നാലാമത്തെ ഫ്രീക്വൻസി ഡൊമൈൻ സ്പെസിഫിക്കേഷൻ ആണ് നമുക്ക് ഫേസ് മാർജിനിൽ വരിക. സോ ഫേസ് മാർജിൻ എന്ന് പറയുന്നത്, ഫേസ് മാർജിൻ ഇൻഡിക്കേറ്റ്സ് ദ അഡീഷണൽ phase log or additional phase angle that can be provided to the system without affecting stability. അത് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് ഓരോ ഫേസ് ആംഗിൾ, ഫേസ് ഷിഫ്റ്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്ത് വരുന്നു. ഒരു പർട്ടിക്കുലർ ഫേസ് ആംഗിൾ ക്രോസ് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റം അൺസ്റ്റെബിലിറ്റിയിലേക്ക് വരും, അല്ലെങ്കിൽ ആ അത്രയും സമയം നമ്മൾ അഡീഷണൽ കൊടുത്ത ഫേസിനെയാണ് നമ്മൾ ഫേസ് മാർജിൻ എന്ന് പറയുന്നത്. So phase margin Y is defined as the additional phase angle to be added at a gain crossover frequency. Gain crossover പറഞ്ഞതുപോലെ നമ്മൾ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ അതിന്റെ ഗെയിൻ എന്ന് പറയുന്നത് 0 dB ആയിട്ട് മാറും, അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയുന്നത് യൂണിറ്റി ആകും. സോ ഗെയിൻ യൂണിറ്റി ആകാൻ എടുക്കുന്ന ഫ്രീക്വൻസിയാണ് നമ്മൾ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസിയിലെ defined as the additional phase angle to be added to the at the gain crossover frequency in order to bring the system to the verge of stability. So gain crossover frequencyയിൽ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ട ഫ്രീക്വൻസി ഫേസ് ഷിഫ്റ്റിനാണ് നമ്മൾ ഫേസ് മാർജിൻ എന്ന് പറയുന്നത്. So the gain crossover frequency omega gc is the frequency at which the magnitude of the loop transfer function is unity. Transfer functions unity ആകുന്ന ഫ്രീക്വൻസി ഏതാണോ അതിനെയാണ് നമ്മൾ gain crossover frequency എന്ന് പറയുന്നത്. Then phase margin Y is obtained by adding 180 to the phase angle theta of the open loop transfer function of the gain crossover frequency. So gain crossover frequency എവിടെയാണോ വരുന്നത് ആ ഫ്രീക്വൻസിയിലുള്ള ഗെയിനോട് കൂടിയിട്ട്, സോറി ഫേസ് ആംഗിളിനോട് കൂടിയിട്ട്, സോ ആംഗിൾ ഓഫ് ജെ ഒമേഗ ജി സി അതിനോട് കൂടിയിട്ട് 180 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ ഫേസ് മാർജിൻ എന്ന് പറയുന്നത്. സോ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എവിടെയാണോ നടക്കുന്നത് ആ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസിയിൽ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ആംഗിൾ എന്താണോ അതിനോട് കൂടിയിട്ട് 180 ആഡ് ചെയ്താൽ നമുക്ക് ഫേസ് മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് പ്രോബ്ലത്തിൽ ചെയ്യേണ്ടതാണ്. സോ ഫേസ് മാർജിൻ Y is equal to 180 plus phi of GC. Phi of GC എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ജി ഒമേഗ ജി സി. സോ ജി ഓഫ് ജെ ഒമേഗ വാല്യൂവിലെ ജി സി ഫ്രീക്വൻസി 100 ആണ് നമ്മൾ ജി ഓഫ് ജി ഒമേഗ ജി സി എന്ന് പറയുന്നതെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ 100 ഒമേഗ കൊടുക്കുമ്പോൾ 100 ജെ കൊടുക്കുമ്പോൾ എന്താണോ ഫേസ് ആംഗിൾ അത് കണ്ടുപിടിക്കുക, അതിനോടുകൂടി 180 ആഡ് ചെയ്യുക, അപ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മളുടെ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇതിന്റെ ഡെറിവേഷൻസ് ഉണ്ട്. അത് ഡെറിവേഷൻസ് നമുക്ക് നോക്കാം.